ഇവരെ ബുദ്ധിയാണ്, കൗശലമാണ്, നമ്മളെ കളിപ്പിക്കുകയാണ്. 10ാം ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷനെയും കമ്പയർ ചെയ്തിട്ട് കോടാനുകോടി രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന്. അങ്ങനെ വ്യത്യാസം നിങ്ങൾ 14ഉം 15ഉം കൂടി കമ്പയർ ചെയ്യും. 14ാം ധനകാര്യ കമ്മീഷൻ 2.5 തന്നു, ഇപ്പൊ 1.90 വരെ തന്നുള്ളൂ. DVC പൂളിൽ നിന്ന് അത്രയും കുറവ് വന്നു. ഞങ്ങൾ സ്ട്രോങ് ആണ് ആ കാര്യത്തിൽ. അതിന്റെ മാനദണ്ഡങ്ങൾ പുതുക്കി ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിക്കണം എന്ന കാര്യത്തിൽ ദേശീയ തലത്തിൽ ഞങ്ങൾ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. എന്താണ്? GST കോമ്പൻസേഷന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ച അവഗണന. GST കോമ്പൻസേഷൻ എന്താ? പാർലമെന്റ് ഒരു നിയമം പാസാക്കി GST നടപ്പാക്കുകയാണ്. GST നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം, നികുതി വരുമാനത്തിൽ, നികുതി വളർച്ചയിൽ, നിരക്കിൽ വ്യത്യാസം വന്നാൽ അതിന്റെ നഷ്ടപരിഹാരം കേന്ദ്രം തരും. 5 കൊല്ലത്തേക്ക് തരും. 14% റവന്യൂ ന്യൂട്രൽ റേറ്റ്. 14 കുറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് GST കോമ്പൻസേഷൻ തരും. 5 കൊല്ലവും നിങ്ങൾ GST കോമ്പൻസേഷൻ വാങ്ങിച്ചു. എന്നിട്ട് ഇപ്പൊ പറയണ എന്താ തരുമോ? 6ാമത്തെ കൊല്ലം കൂടി GST കോമ്പൻസേഷൻ കിട്ടുമായിരുന്നുവെങ്കിൽ ഒരു 12,000 കോടി കിട്ടിയെന്ന്. ഇത് എവിടത്തെ കണക്കാണ്? അത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ വാറ്റും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് ഉള്ളപ്പോ വാറ്റിന്റെ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്. GST കോമ്പൻസേഷൻ 5 കൊല്ലത്തേക്ക് മേടിച്ച് മുഴുവൻ പൈസ നിങ്ങൾ വാങ്ങിച്ചു. 1 രൂപ പോലും കിട്ടാനില്ല, ഒറ്റ പൈസ കിട്ടാനില്ല. എന്നിട്ട് പുതിയൊരു കണക്കാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് 6ാമത്തെ കൊല്ലം GST കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ച? അത് ആക്ടിലെ വ്യവസ്ഥയാണ്. 5 കൊല്ലത്തേക്ക് 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ 12,000 കോടി കിട്ടുമായിരുന്നു. എന്ത് കണക്കാ? പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, ഇതൊക്കെ നിങ്ങളുടെ 1ാം പിണറായി സർക്കാർ അനുഭവിച്ച ആനുകൂല്യങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സ്റ്റേറ്റ് കേരളമാണ്. എത്രയാണെന്നറിയാമോ? എത്രയാണ് തുക? 53,137 കോടി. അത് അവർ 5 വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആദ്യം 15,323 കോടി, 2ാമത്തെ വർഷം 19,891 കോടി, 3ാമത്തെ വർഷം 13,174 കോടി, 4ാമത്തെ വർഷം 4,741 കോടി. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു പല ഇതായിട്ട്. അപ്പൊ ഇവര് പറഞ്ഞത് എന്താ അറിയോ? 22, 23 ഈ 53 ഇത്രയും വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ്. അപ്പൊ ഇവര് പറയും 22, 23 13,174 കിട്ടി. പിറ്റത്തെ വർഷം 4,749 കിട്ടിയുള്ളു. അപ്പൊ 9,000 കോടി കുറവാണ്. സാറ് മനസ്സിലായില്ലേ? ഉള്ള ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ്. അപ്പൊ ആദ്യത്തെ 3 വർഷം വലിയ തുക, പിന്നെ 53,000 എത്താൻ 4,000 കോടിയുള്ളൂ. അപ്പൊ പറയാണ് 9,000. നിങ്ങൾ ആളുകളെ കളിപ്പിക്കുന്ന പോലെ, ആളുകളെ പരിഹസിക്കുന്നത് പോലെ ഈ